ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മക്റൂഹു, മക്റൂഹ് എന്ന് പറഞ്ഞാലും വ ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാലും കിലാഹുമ അവ രണ്ടും മാ ഒരു കാര്യമാണ്. യുസാബു പ്രതിഫലം നൽകപ്പെടും അലാ തർക്കിഹി ആ ഒന്നിനെ ഉപേക്ഷിച്ചത് കാരണം, ആ ഒരു വിഷയത്തിനെ ആ ഒരു കാര്യത്തിനെ ഉപേക്ഷിച്ചത് കാരണം പ്രതിഫലം നൽകപ്പെടും. വലാ യുആഖബു ശിക്ഷ ലഭിക്കപ്പെടുകയില്ല അലാ ഫിഅലിഹി ആ ഒന്നിനെ പ്രവർത്തിച്ചതിൻ്റെ കാരണം. ആ ഒന്ന് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കൂലി ശിക്ഷ കിട്ടൂല, എന്നാൽ ആ ഒരു പ്രവർത്തനം ഉപേക്ഷിച്ചതുകൊണ്ട് നമുക്ക് കൂലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവ രണ്ടും ഒന്നാണോ? മക്റൂഹും ഖിലാഫുൽ ഔലയും ഒന്നാണോ? അല്ല, അവന് ചെറിയ വ്യത്യാസമുണ്ട്. അതാണ് ആ വ്യത്യാസത്തിലേക്കാണ് ഇനി പറയുന്നത്. ഇല്ല എങ്കിലും അന്നൻ നഹിയ ഫിൽ അവ്വലി, ഒന്നാമത്തതിൽ നഹിയ് എന്നുള്ളത്, മക്റൂഹിൽ നഹിയ് എന്നുള്ളത് സ്വരീഹുൻ വ്യക്തമായിരിക്കും. നബി തങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെയുള്ള നഹിയ് വിരോധന, അത് ചെയ്യരുത് എന്നുള്ളത് വ്യക്തമായിരിക്കും. വഫിസാനി രണ്ടാമത്തതിൽ ഖിലാഫുൽ ഔലയിൽ നഹിയ് ഗൈറു സ്വരീഹിൻ അത് വ്യക്തമാവുകയില്ല, വ്യക്തമല്ലാത്ത നഹിയായിരിക്കും. ആദ്യത്തതിൽ മക്റൂഹിൽ നബിതങ്ങളുടെ പദം കൊണ്ട് തന്നെ നഹിയ് വന്നിട്ടുണ്ടാവും, വാക്കുകൊണ്ട് തന്നെ നബിതങ്ങൾ ഉപയോഗിച്ച പദത്തിലൂടെ തന്നെ നഹിയ് വന്നിട്ടുണ്ടാവും. എന്നാൽ രണ്ടാമത്തത് ഖിലാഫുൽ ഔലയിൽ നബിതങ്ങൾ ഉപയോഗിച്ച പദത്തിലൂടെ നഹിയ് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ അതിൽ നിന്നും സെക്കൻഡറി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? നഹിയ് കിട്ടും. നോക്കാം. മസലൻ ഉദാഹരണത്തിന്, തർക്കു തഹിയ്യത്തിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് തഹിയ്യത്ത് നിസ്കരിക്കൽ ഉപേക്ഷിക്കൽ മക്റൂഹുൻ കറാഹത്താണ്. പള്ളിയിൽ വെച്ച് തഹിയ്യത്ത് നിസ്കാരത്തിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. കാരണം ഫഖദ് വറദ ഫിഹി ആ വിഷയത്തിൽ, തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ ഹദീസിൽ വന്നിരിക്കുന്നു നഹിയുൻ സരീഹുൻ വ്യക്തമായ ഒരു നഹി വന്നിരിക്കുന്നു. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഹൈസു ഖാല നബി തങ്ങൾ പറഞ്ഞു, ഇദാ ദഖല അഹദുക്കും നിങ്ങളിൽ ഒരാൾ പ്രവേശിച്ചാൽ, അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിച്ചാൽ, ഫലാ യജ്ലിസ് അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റക്അത്തൈനി രണ്ട് റക്അത്ത് അവൻ നിസ്കരിക്കുന്നത് വരെ അവൻ പള്ളിയിൽ ഇരിക്കരുത്. അല്ല, അവിടെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അവൻ എന്താകാൻ പാടില്ല? ഇരിക്കരുത്. അത് നഹിയാണ്. റവാഹു ഷെയ്ഖാനി, ഈ ഹദീസ് രണ്ട് ഷെയ്ഖന്മാരും ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കണേ, ഗൈറു സരീഹായ നഹിയിന് ഉദാഹരണം പറയാണ്. വതർക്കു സ്വലാത്തി ളുഹാ, ളുഹാ നിസ്കാരത്തിനെ ഉപേക്ഷിക്കൽ ഖിലാഫുൽ ഔല അത് ഖിലാഫുൽ ഔലയാണ്. കാരണം കാരണം ഖദ് വറദൽ അംറു കൽപ്പന ഹദീസിൽ വന്നിരിക്കുന്നു, ബിഫിഅലിഹ ദുഹാ നിസ്കാരം നിർവഹിക്കണം എന്നതുകൊണ്ടുള്ള കൽപ്പന വന്നിരിക്കുന്നു. ഫിൽ ഹദീസ് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വൽ അംറു ബിശൈഇൻ ഒരു കാര്യം കൊണ്ട് കൽപ്പിക്കുക എന്നുള്ളത്. ഉദാഹരണം, അപ്പോൾ ദുഹാ നിസ്കാരം നിസ്കരിക്കണം എന്നതുകൊണ്ട് കൽപ്പിക്കൽ നഹിയുൻ അത് നഹിയാണ്, വിരോധനയാണ്. എങ്ങനത്തെ നഹി? ഗൈറു സരീഹ് സ്വരീഹ് അല്ലാത്ത വ്യക്തമല്ലാത്ത നഹിയാണ്. അൻ തർക്കി ആ കാര്യം ഉപേക്ഷിക്കുന്നതിന് തൊട്ട്. അപ്പോൾ ളുഹാ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം എന്നുള്ളത്, ളുഹാ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകരുത് എന്ന നഹിയിൻ്റെ നഹിയെ കുറിച്ച് പറയുന്ന സ്വരീഹ് അല്ലാത്ത നഹിയാണത്, സ്വരീഹ് അല്ലാത്ത നഹിയാണ്. വൽ മുബാഹു മുബാഹ് എന്ന് പറഞ്ഞാൽ മാ ഒരു കാര്യമാണ്, ലാ യുസാബു അത് പ്രതിഫലം നൽകപ്പെടുകയില്ല, വലാ യുഅഖബു അവ ശിക്ഷിക്കപ്പെടുകയുമില്ല, അലാ ഫിഅലിഹി അവ പ്രവർത്തിച്ച കാരണം, വലാ അലാ തർക്കിഹി അവകൾ ഉപേക്ഷിച്ച കാരണം. ഉപേക്ഷിച്ച കാരണമോ പ്രവർത്തിച്ച കാരണമോ ശിക്ഷയോ കൂലിയോ ലഭിക്കപ്പെടാത്തതിനാണ് മുബാഹ് എന്ന് പറയുക. ഉദാഹരണം ഏതുപോലെ? കശുർബിൽ ഹലീബി പാല് കുടിക്കുന്നത് പോലെ. ഇനി വയുഖാലു ലിൽ വാജിബി വാജിബിന് പറയപ്പെടും, എന്തു പറയപ്പെടും? ഫർളുൻ ഫർദ് എന്ന് പറയപ്പെടും. വലിൽ മൻദൂബി മൻദൂബിന് പറയപ്പെടും സുന്നത്തുൻ സുന്നത്ത് എന്ന് പറയപ്പെടും. വ മുസ്തഹബ്ബുൻ മുസ്തഹബ്ബുൻ എന്നും പറയും.
വലിൽ മുബാഹി, മുബാഹിന് പറയപ്പെടും ജായിസുൻ വ ഹലാലുൻ, ജായിസ് എന്നും ഹലാൽ എന്നും പറയപ്പെടും. ക്ലിയർ അല്ലേ? ഇനി വൽ ഫർളു നൗആനി, ഫർള് രണ്ട് വിധമാണ്. ഫർളു ഐനിൻ വ ഫർളു കിഫായത്തിൻ, ഒന്ന് ഫർള് ഐനും മറ്റൊന്ന് ഫർള് കിഫായത്തും. ഫർളുൽ ഐനി, ഫർള് ഐനി എന്ന് പറഞ്ഞാൽ ഹുവ അതാകുന്നത് അൽ വാജിബു, നിർബന്ധമായ ഒരു കാര്യമാണ്. ആരുടെ മേൽ നിർബന്ധമായ കാര്യമാണ്? അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ എല്ലാ ആളുകൾക്കും നിർബന്ധമായ, ഓരോരുത്തരുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ഫർള് ഐനി. ഇതുപോലെ കൽ മക്തൂബാത്തിൽ ഖംസി, 5 നേരത്തെ നിസ്കാരം പോലെ. ഫർളുൽ കിഫായത്തി, ഫർള് കിഫായ എന്നുള്ളത് അത് അൽ വാജിബു അലാ ജുംലത്തിൽ മുക്കല്ലഫീൻ, മുക്കല്ലഫീങ്ങളിൽ നിന്നും ഒരു വിഭാഗത്തിന്റെ മേൽ മാത്രം നിർബന്ധമാകുന്നതിനാണ്. ഏതുപോലെ? അതിന് ഉദാഹരണം ഏതുപോലെ? കൽ അംരി ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കൽ പോലെ, വന്നഹി അനിൽ മുൻകർ, തിന്മയെ തൊട്ട് വിരോധിക്കൽ പോലെ. എല്ലാവരും അത് പറയാൻ നിൽക്കണ്ട, എല്ലാവരും എന്താണ് പ്രസംഗിക്കണ്ട, അതിന് കുറഞ്ഞ ആളുകളുടെ മേലാണ് നിർബന്ധം. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഒരു ഉദാഹരണം കൂടി ചേർത്ത് പറയാം. ജനാസ നിസ്കാരം, ജനാസ സംസ്കരണം, ജനാസ മറവിയലൊക്കെ ചില ആളുകൾക്ക് മേൽ മാത്രമാണ് അത് നിർബന്ധം. പിന്നെ വസ്സുന്നത്തു, സുന്നത്ത് ഖിസ്മാനി, 2 ഇനങ്ങളാണ്. സുന്നത്തുകൾ 2 വിധം. സുന്നത്തു ഐനിൻ, ഒന്നാമത്തത് സുന്നത്തു ഐനി എന്നുള്ളത്. ഇതുപോലെ കൽമി ളുഫ്രിൻ, നഖം മുറിക്കൽ പോലെ, നഖം വെട്ടുക, അതെല്ലാവർക്കും സുന്നത്താണ്. അതുപോലെ രണ്ടാമത്തെ ഏതാണ്? സുന്നത്തു കിഫായത്തിൻ, സുന്നത്ത് കിഫായയാണ്. എന്താ സുന്നത്ത് കിഫായ? ഇത് ഉദാഹരണം ഇതുപോലെ കത്തലുഹിയത്തി, ഉദുഹിയത്ത് അറുക്കൽ പോലെ, അഹ്ലി ബൈത്തിൻ, ഒരു വീട്ടുകാരുടെ മേൽ ഉദുഹിയത്ത് അറുക്കുന്നത് പോലെ. വൽ കറാഹത്തുൽ അർബാനി, കറാഹത്ത് 2 വിധമുണ്ട്. എന്തൊക്കെ കറാഹത്ത് 2 വിധം? ഒന്ന് കറാഹത്തു തൻസീഹിൻ വ കറാഹത്തു തഹരീമിൻ, തൻസീഹിന്റെ കറാഹത്തും തഹരീമിന്റെ കറാഹത്തും. ഫൽ ഊല, ഒന്നാമത്തത് ലൈസ ഫീഹാ ഇസ്മുൻ, അതിൽ കുറ്റമില്ല. ആ കറാഹത്ത് ചെയ്ത ആളുകൾക്ക് കുറ്റം കിട്ടൂല. വസാനിയത്തു, രണ്ടാമത്തത് കറാഹത്തു തഹരീം എന്ന് പറഞ്ഞാൽ യഅ്സമു ഫായിലുഹ, ആ കറാഹത്ത് പ്രവർത്തിച്ച ആൾക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. ഒന്നാമത്തേൽ ശിക്ഷ അല്ല, രണ്ടാമത്തേൽ ശിക്ഷ കിട്ടും. ഫഹിയ, ഇത് ഏത്? കറാഹത്തു തഹരീമി എന്നുള്ളത് കൽ ഹറാമി, ഹറാമ് പോലെയാണ്. എന്നാ പിന്നെ ഹറാമിലാണ്ട് പെടുത്തിക്കൂടെ? അത് പറ്റൂല. ഇല്ല എങ്കിലും അന്നഹ, ഈ തഹരീമിന്റെ കറാഹത്ത് തഖ്തലിൽ ഇസ്മ, അത് കുറ്റത്തിനെ തേടും, കുറ്റമുണ്ട് എന്നതിനെ അത് നേടിത്തരുന്നത് ബിദലീലിൻ, ഒരു തെളിവ് കൊണ്ടാണ്. എങ്ങനെയുള്ള തെളിവ്? യഹ്തമിലു തഅ്വീല, വ്യാഖ്യാനത്തിന് പറ്റുന്നതായ, വ്യാഖ്യാനത്തെ സ്വീകരിക്കുന്നതായ ഒരു തെളിവ് കൊണ്ടാണ് കറാഹത്ത്, തഹരീമിന്റെ കറാഹത്ത് ആയിട്ടുണ്ടാവുക. എന്നാലോ വൽ ഹറാമു, ഹറാമ് യഖ്തലീഹി, അത് കുറ്റത്തിനെ തേടും ബിദലീലിൻ ഖത്ഈൻ, ഖണ്ഡിതമായ ഒരു തെളിവ് കൊണ്ട്. ഗണ്ഡിതമായ ഒരു തെളിവ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ എന്തിനു സ്വീകരിക്കൂല? ലാ യഹ്തമിലു, ആ തെളിവ് സ്വീകരിക്കുകയില്ല. അത്തഅ്വീല, വ്യാഖ്യാനത്തെ സ്വീകരിക്കുകയില്ല. ആ തെളിവ് വ്യാഖ്യാനത്തെ സ്വീകരിക്കുകയില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് 5 തരം വിധികളാണ്: വാജിബ്, മൻദൂബ്, ഹറാമ്, മക്രൂഹ്, അതുപോലെ മുബാഹ്. മക്രൂഹ് പറഞ്ഞപ്പോൾ ഖിലാഫുൽ ഔലയും മക്രൂഹും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. പിന്നെ ഓരോന്നിനും വ്യത്യസ്ത പേരുകൾ പറഞ്ഞു. ഫർള് 2 വിധം, ഫർള് ഐന്, ഫർള് കിഫായ. അതുപോലെ സുന്നത്ത് 2 വിധം, സുന്നത്ത് ഐന്, സുന്നത്ത് കിഫായ. കറാഹത്ത് 2 വിധം, കറാഹത്തു തൻസീഹ്, കറാഹത്തു തഹരീമ്. കറാഹത്തു തൻസീഹിന് കുറ്റമില്ല, തഹരീമിന് കുറ്റമുണ്ട്. അത് ഹറാമ് പോലെയാണ്. ഹറാമുമായും ഇതിനുള്ള വ്യത്യാസം, ഹറാമും കറാഹത്തു തഹരീമും തമ്മിലുള്ള വ്യത്യാസം. ഈ കറാഹത്തിനും ഹറാമിനുമുള്ള തെളിവുകൾ, ഇത് നിയമമാകാനുള്ള തെളിവുകൾ കറാഹത്തു തഹരീമിന്റെ വ്യാഖ്യാനത്തെ സ്വീകരിക്കുകയും പറ്റും. എന്നാൽ ഹറാമിന്റെ തെളിവുകൾ ഖത്ഈയാണ്, അപ്പോൾ വ്യാഖ്യാനത്തെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഇത്രയുമാണ് പറഞ്ഞത്.